നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉറച്ച സീറ്റുകൾ സ്വന്തമായുള്ള രണ്ട് പാർട്ടികളെ കേരളത്തിലുള്ളൂ. മുസ്ലിം ലീഗും CPM-ഉമാണത്. എതിർപ്പിന്റെ എത്ര വലിയ കൊടുങ്കാറ്റാഞ്ഞു വീശിയാലും ഈ രണ്ട് പാർട്ടികൾക്കും ചുരുങ്ങിയ സീറ്റുകളിലെങ്കിലും കേരളത്തിൽ ജയിക്കാനാകും. കോട്ടകൾ പലതും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു ശരാശരി അവസ്ഥയിൽ 10 സീറ്റുകളിലെങ്കിലും CPM-ന് കേരളത്തിൽ ജയിക്കാനാകും. ഈ തെരഞ്ഞെടുപ്പിലും ഇതാണ് അവസ്ഥ. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവസ്ഥയല്ല. മുസ്ലിം ലീഗിന്റെ സഹായമില്ലെങ്കിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ജയിച്ചു കയറാമെന്ന ഉറപ്പ് കോൺഗ്രസിനില്ല. എന്തിന് VD സതീശൻ മത്സരിക്കുന്ന പരവൂര് പോലും ഇതിൽ നിന്ന് അന്യമല്ല. സതീശനെ ഒഴിച്ച് മറ്റൊരാൾ മത്സരിച്ചാൽ അവിടെ കോൺഗ്രസിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് K. മുരളീധരനെ വലച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ മണ്ഡലങ്ങളിൽ K. മുരളീധരനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉയർന്നെങ്കിലും ഒരു മണ്ഡലത്തിലും മുരളീധരന് ഉറപ്പുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും BJP മുരളീധരനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും തോൽപ്പിക്കുമെന്ന വാശി BJPക്കില്ല. പക്ഷേ മുരളീധരന്റെ കാര്യത്തിൽ അതല്ല. കാരണം BJPയുടെ കയ്യിലിരുന്ന ഏക സീറ്റ് തട്ടിത്തെറിപ്പിച്ചവനാണ് മുരളീധരൻ. അതുകൊണ്ടാണ് BJPക്ക് മുരളീധരന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തത്. മുരളീധരൻ നേമത്ത് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ V. ശിവൻകുട്ടി ജയിക്കുമായിരുന്നില്ല, മന്ത്രി ആകുമായിരുന്നുമില്ല. UDF-ലെ ഘടകകക്ഷിയായിരുന്ന ജനതാദൾ മത്സരിച്ചിരുന്ന സീറ്റായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നേമം. 2006 മുതൽ അവിടെ വളർന്നുകൊണ്ടിരുന്ന BJPക്ക് 2016-ൽ സീറ്റ് നേടാനിടയാക്കിയത് ജനതാദളിന്റെ ദൗർബല്യമായിരുന്നു. UDF-ന്റെ ദൗർബല്യം മൂലം അന്ന് പരാജയപ്പെട്ടത് CPM ആയിരുന്നു. UDF-ന് നേമത്ത് കിട്ടിയത് വെറും 13,800 വോട്ടുകൾ മാത്രം. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് മറിച്ചു നൽകിയെന്ന് അന്നു മുതലേ CPM ആരോപണമുയർത്തുന്നതാണ്. ഇതിനെ മറികടക്കാനാണ് 2021-ൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. വടകര MP ആയിരുന്ന മുരളീധരൻ അന്ന് പാർട്ടിക്ക് വേണ്ടി ചാവേറാകുകയായിരുന്നു. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം 13,800-ൽ നിന്ന് 36,000 വോട്ടുകളായി ഉയർത്തി. ഫലമോ 4,000 വോട്ടുകൾക്ക് കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയും BJPക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അന്നു മുതൽ BJPയും RSSും മുരളീധരന്റെ പിന്നാലെയുണ്ട്. എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുകയെന്ന ദൃഢനിശ്ചയവുമായാണ് അവർ പിന്നാലെ കൂടിയിരിക്കുന്നത്. ഇത് തൃശൂർ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. അരുവുമായ ഈ ഭീഷണിയാണ് K. മുരളീധരനെ വലച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറാൻ ഇടക്കാലത്ത് ചിന്തിക്കാനിടയാക്കിയതും ഈ ഭീഷണിയാണ്. K. മുരളീധരൻ മത്സര രംഗത്തുനിന്ന് പിന്മാറിയാൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന നേതൃത്വത്തിന്റെ ചിന്തയാണ് അദ്ദേഹത്തെ മത്സര രംഗത്തേക്ക് വീണ്ടും തള്ളിവിട്ടിരിക്കുന്നത്. മത്സരിക്കാനിറങ്ങുമ്പോൾ ഏത് മണ്ഡലമെന്ന ചിന്തയായി. BJP ഭീഷണി ഏൽക്കാത്ത മണ്ഡലം തേടാനായി പിന്നീട്. അതിന്റെ ഒടുവിലാണ് വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗണിതശാസ്ത്രമുണ്ട്. മുരളീധരൻ മത്സരിക്കാതിരുന്ന സമയങ്ങളിൽ കോൺഗ്രസ് പിന്നോക്കം പോയെങ്കിലും മുരളീധരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇവിടെ 3 മുന്നണികളും തുല്യശക്തികളാവും. അത് മുരളീധരന് ലഭിക്കുന്ന പേഴ്സണൽ വോട്ടുകളാണ്. മണ്ഡലത്തിലെ സിറ്റിംഗ് MLA CPM-ലെ ഏറെ ജനകീയനായ VK പ്രശാന്താണ്. മുരളീധരൻ മത്സരരംഗത്തില്ലായിരുന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു VK പ്രശാന്തിന്റെ രംഗപ്രവേശം. അന്ന് BJPയുടെ പരാജയം ഉറപ്പിക്കാൻ ഏറെ കോൺഗ്രസ് വോട്ടുകൾ പ്രശാന്തിന് നൽകിയതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമായതെന്നാണ് വട്ടിയൂർക്കാവുകാരുടെ ഭാഷ്യം. ഇത് പ്രശാന്തിനിവിടെ കാലുറപ്പിക്കാനും ജനകീയനാകാനുമുള്ള സാഹചര്യം ഒരുക്കി. പക്ഷേ ഇത്തവണ പ്രശാന്തിന്റെ ജനകീയത എത്രമാത്രം ഫലിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ അറിയാനാകൂ. കാരണം എതിർ സ്ഥാനത്തുള്ള ഒരാൾ പ്രശാന്തിനെ പോലെ തന്നെ ജനകീയനായ മുരളീധരനാണ്. BJPയുടെ A+ കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലമാണെങ്കിലും അവർ ഇതുവരെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതായി വിവരങ്ങളില്ല. BJPയിലെ പല നേതാക്കന്മാരും ഈ മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീരുമാനമെടുത്തതായി വിവരവുമില്ല. R. ശ്രീലേഖയുടെയും നടൻ കൃഷ്ണകുമാറിന്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതും തീരുമാനിച്ചിട്ടുണ്ടെന്ന് കരുതാനാകില്ല. മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാത്തിരിപ്പിലായിരുന്നു BJP എന്ന് വേണം കരുതാൻ. ഒരു പക്ഷേ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി രംഗത്തെത്തിയാലും അത് അത്ഭുതപ്പെടാനില്ല. എന്താണെങ്കിലും മുരളീധരൻ BJPയെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. വിജയം പ്രതീക്ഷിക്കുന്ന BJP സീറ്റുകളിലൊന്നാണിത്. മുരളീധരനോട് പകരം വിട്ടാൻ ഒരു ചതുരംഗ കളിക്ക് BJPക്കാവില്ല. വോട്ടുകൾ പരമാവധി ശേഖരിച്ചേ പറ്റൂ. ഇതൊരു സംരക്ഷിത വലയമായി മാറുമെന്നാണ് മുരളീധരൻ കണക്കുകൂട്ടുന്നത്. BJPയുടെ പകരം വീട്ടിനോടുള്ള ഭയപ്പാടില്ലാതെ മത്സരിക്കാമെന്നാണ് വട്ടിയൂർക്കാവിന് മുരളീധരൻ കാണുന്ന മേന്മ. പക്ഷേ മേന്മ നന്മയായി മാറിയില്ലെങ്കിൽ അത് മുരളീധരന്റെ രാഷ്ട്രീയ വനവാസത്തിന്റെ തുടക്കമാകാനും ഇടയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും ചിന്തിക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.